ഹലോ ഗൈസ്, ഇന്നൊരു മാങ്ങ കഥയാണ് കേട്ടോ. ഇത് അടക്കപ്പായ മാങ്ങയാണ്. പേരക്ക മാങ്ങ എന്നാവും പറയുക, അല്ലാണ്ട് ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. നല്ല അടക്കപ്പായത്തിൻ്റെ ടേസ്റ്റുള്ള, അതായത് പേരക്കൻ്റെ ടേസ്റ്റുള്ള മാങ്ങ, അടിപൊളി മാങ്ങയാണ്. എൻ്റെ ഒക്കെ കുട്ടിക്കാലത്ത് ഈ വേനലവധി എന്ന് പറയുന്നത് ഉമ്മാൻ്റെ കുടിക്ക് പോവുക, വേറൊരു ചിന്തയൊന്നുമില്ല. സ്കൂൾ പൂട്ടി വേനലവധി ഉമ്മാൻ്റെ കുടി. അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ മാങ്ങയാണ് ഇട്ടത്. അന്നൊക്കെ ഒരുപാട് മാങ്ങ ഉണ്ടായിരുന്നു. ഇത് പഴുക്കാൻ പറ്റില്ല കേട്ടോ മരത്തുമ്മന്ന്, അപ്പോൾ ഇതിന് പുഴു വരും. അപ്പം അതിന് മുന്നേ പറിച്ചിട്ടൊക്കെ കഴിക്കണം. അന്നൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോൾ കാലങ്ങൾ കഴിഞ്ഞു, നമ്മൾ വലുതായി, നമുക്ക് മക്കളായി, കുട്ടികൾ നമ്മളെ, അതായത് എൻ്റെ വീട്ടിലേക്ക് അതായി അവർ ഉമ്മാൻ്റെ കൂടി ഞങ്ങളെ പോക്കൊക്കെ നിന്നു. പക്ഷെ ഇപ്പോഴും അതിന്മേൽ മാങ്ങ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മോന് ഒരു കുറച്ച് മാങ്ങ, അതിൻ്റെ ഒരു ഇപ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതിലൊരു 6 എണ്ണം ഉമ്മാക്ക് കൊണ്ടുപോയി കൊടുത്തിരുന്നു. അപ്പോൾ ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു 7 മാങ്ങ കിട്ടിയേക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ 5 മക്കളാണ്. അപ്പോൾ ഞങ്ങളെ ഓരോരുത്തർ ഓരോന്ന് അതിൽ നിന്ന് മാറ്റും. കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ്, അത്രയ്ക്ക് പ്രിയമാണ്. അപ്പോൾ അത് അന്നലെ വീട്ടിൽ പോയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് മുറിക്കുമ്പോഴും കഴിക്കുമ്പോഴൊക്കെ വല്ലാത്ത ഒരു 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 വിങ്ങൽ പോലത്തെ ഒരു സന്തോഷം ഉണ്ടല്ലോ, നമുക്ക് കണ്ണ് നിറയുന്ന, തൊണ്ടയിടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, ആ ഒരു ഫീലാണ്. അപ്പോൾ ഞാനിത് മുറിച്ചിട്ട് ആ കഥകളൊക്കെ പറഞ്ഞിട്ട് മക്കൾക്ക് കൊടുക്കുകയാണ്. അപ്പം അത്ര ഇഷ്ടമാണ്. അപ്പം ഓരോ മാങ്ങകളിലും നമ്മളത് കഴിക്കുക എന്നതിലുപരി ഓരോരുത്തർക്കും ഇങ്ങനത്തെ ഓരോരോ മൊമെൻറ്റ്സൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ എൻ്റെ അതുപോലൊരു അനുഭവം ഇത് മുറിച്ചപ്പോൾ എനിക്കെന്തോ ഇവിടെ ഇങ്ങനെ പറയാൻ തോന്നി. അപ്പോൾ അത്രേ ഉള്ളൂ, ബൈ.